1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമ ഒറോറ എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ സിനിമ നിറയെ. സിനിമയിലുടനീളം ഒരു സീൻ പോലും അവളില്ലാതെ അവശേഷിക്കുന്നില്ല. 2024-ൽ ലോറ കരീറ സംവിധാനവും രചനയും നിർവഹിച്ച ഒരു സോഷ്യൽ റിയലിസ്റ്റ് ഡ്രാമ മൂവിയാണ് ഓൺ ഫോളോയിങ്. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര സ്ലോ പേസിൽ ഒറോറയുടെ കൂടെ അവളുടെ കുറച്ച് ജീവിതം ഇങ്ങനെ അവളുടെ കൂടെ നിന്ന് അവളുടെ ഇമോഷൻസ് കാണിച്ച് അവൾ അനുഭവിക്കുന്ന സഫക്കേഷനൊക്കെ കണ്ട് അതിലൊക്കെ നമ്മളും ഇങ്ങനെ പെട്ട് വെറുതെ ഇങ്ങനെ ഒരു ലൈഫിൽ ഇങ്ങനെ ഒറോറയുടെ കൂടെ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത്. സ്കോട്ട്ലൻഡിലാണ് സിനിമ നടക്കുന്നത്. പോർച്ചുഗീസ് ഇമിഗ്രന്റ് ആയ ഒറോറ അവിടുത്തെ ഒരു വെയർഹൌസിലാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ മറ്റ് ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്ത് ഉള്ള ഒരു വീട്ടിലെ ഒരു മുറിയിലുമാണ് ഒറോറ താമസിക്കുന്നത്. എല്ലാ ദിവസവും വെയർഹൌസിൽ ജോലിക്ക് പോകുക, അത് കഴിഞ്ഞ് മടങ്ങി ഈ വീട്ടിലേക്ക് വരിക. ഇത് തന്നെയാണ് ഇവളുടെ ഡെയിലി റൂട്ടീനായി മാറിയിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒറോറയ്ക്ക് ഒരു ജീവിതം ഉണ്ടാകുന്നില്ല. Which she is trapped in a life governed by wage slavery and social isolations and its repercussions. And you? I'm from Portugal. Oh, nice. ഒറോറയുടെ വെയർഹൌസിലെ വർക്ക് ലൈഫ് കാണിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഈ ജോലിക്കാരെയൊക്കെ എത്ര ഡീഹ്യൂമനൈസ് ചെയ്താണ് അവർ കാണിക്കുന്നതെന്ന്. അവരൊന്നും ഒരു മനുഷ്യരായി പോലും കണക്കാക്കാതെ വെറും ഒരു ഡേറ്റ് മാത്രമായിട്ട് കാണുന്നതായിട്ട് നമുക്ക് തോന്നും. അത് കഴിഞ്ഞ് ഒറോറയുടെ പേഴ്സണൽ ജീവിതത്തിലേക്ക് നോക്കുവാണെങ്കിൽ എവറി അവന്യൂ ഓഫ് ഹർ ലൈഫ് വാസ് ബ്ലീക്ക്. ഹർ ലൈഫ് സീംസ് ലൈക്ക് പോയിന്റ്ലെസ്. ജീവിതത്തിൽ സ്നേഹമോ കെയറോ ഫ്രണ്ട്സോ പൈസയോ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീടോ ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും ഒന്നും മുന്നിലില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം. നമുക്കൊരു അയ്യോ കഷ്ടം എന്ന് തോന്നുന്നതിന് പകരം വല്ലാത്തൊരു സ്നേഹമാണ് ഒറോറയോട് തോന്നുക. അർബൻ ലോൺലിനെസ്സും അതിനോടനുബന്ധിച്ച് വരുന്ന റിയലിസവും ഒക്കെ ഒരു എസ്തെറ്റിക് മോഡൽ സിനിമ നമുക്ക് മുന്നിലേക്ക് കാണിക്കുകയാണ്. ഒറോറയെ അഭിനയിച്ച ജോന സാൻഡോസിന്റെ പെർഫോമൻസ് ഷുഡ് ബി പ്രൈസ്ഡ്. ഇറ്റ് വാസ് വെരി റെസ്ട്രെയിൻഡ് ബട്ട് ഇമോഷണലി പവർഫുൾ. ഒരു എക്സോഷനും ഫ്രറ്റിലിറ്റിയും ഒക്കെ ഒരു ഓവർ ആക്ടിംഗ് ഒന്നും ഇല്ലാതെ മികച്ചതായി തന്നെ ജോന പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിൽ മറ്റു വെയർഹൌസ് വർക്കേഴ്സിന്റെ കൂടെ ഒറോറ ഒരു ബോൾ ഒക്കെ കളിക്കുന്ന ഒരു സീനിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ആ സമയത്ത് മറ്റു വർക്കേഴ്സിനെ കാണിക്കുമ്പോൾ നമുക്ക് തോന്നും അവരുടെ ഒന്നും ജീവിതം ഈ സിനിമയിലൂടെ എവിടെയും പറഞ്ഞില്ലെങ്കിലും ഒറോറയിലൂടെ അവരുടെ ഒക്കെ കഥ തന്നെയാണ് നമ്മളെല്ലാവരും കേട്ടതെന്ന്. സിനിമയിലെയോ പുസ്തകങ്ങളിലൊക്കെ ചില കഥാപാത്രങ്ങളെ കുറെ നാൾക്ക് ശേഷം ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് അവർക്ക് ഏത് നിലയിലായെന്നും അവർ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ. അതുപോലെ ഞാൻ ഒറോറയെ കുറിച്ചും ആലോചിക്കാറുണ്ട്. അവൾ എവിടെയാണെങ്കിലും ജീവിതത്തിൽ അവൾക്ക് കിട്ടാതെ പോയ സന്തോഷവും സുഖവും ഒക്കെ അവൾ ഇനിയെങ്കിലും അത് കണ്ടെത്തി അവളിങ്ങനെ സ്ലോലി ബിൽഡ് ഹെർ ലൈഫ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ പോയിന്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം. കാരണം സിനിമയിലുടനീളം ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു എംപത്തറ്റിക് സിനിമയായിട്ടാണ് ഒറോറയുടെ ലൈഫ് അങ്ങനെയാണ് നമുക്ക് മുന്നിൽ വരുന്നത്. അങ്ങനത്തുള്ള നിലയിൽ നിന്ന് മാറി ഹാപ്പിനെസിന്റെ ഒരു സ്റ്റേജിലേക്ക് എത്തണമെന്ന് ഞാൻ മാത്രമല്ല ഈ സിനിമ കാണുന്ന ഒറോറെ അറിഞ്ഞ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും.